അപ്പോൾ ഗൈസ് നമുക്കിന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഒരു പൊട്ടാറ്റോ, പിന്നെ ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ് കേട്ടോ. നമ്മളൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. എന്നിട്ട് അത് ആ രണ്ടെണ്ണം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സാക്കി ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ടൊരു മുട്ട എടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രീസറിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൊരിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.